അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ മന്ദാവർ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നിന്ന് ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് കണ്ടതാ. പക്ഷെ അതിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ഇന്നലെയൊക്കെ മാധ്യമങ്ങൾ വന്നിരുന്നു. ആകെ പുകച്ചുരുളുകളും കത്തിയാളുന്ന തീയും. ഇതിനിടയിൽ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് വളരെ കൂളായിട്ടാണ് വിശ്വാസ് കുമാർ രമേശ് എന്നുള്ള ആ ഒരു 40 വയസ്സുള്ള യുവാവ് താനിങ്ങനെ ഒരു വിമാനത്തിലേ പെട്ടതല്ല എന്ന രൂപത്തിൽ വളരെ കൂളായിട്ട് നടന്നു വരുന്നൊരു ദൃശ്യം ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന പലരും കണ്ടിട്ടുണ്ടാവും. ആ ഒരു ദൃശ്യം കണ്ടപ്പോൾ ഹക്കാണ് എനിക്ക് തോന്നിയൊരു കാര്യം, പടച്ച റബ്ബ് ഉണ്ട് എന്നുള്ളതിന് ഈ ഭൂലോകത്ത് ചില അടയാളങ്ങൾ കാണിച്ചു തരും. അത്തരമൊരു അടയാളമാണ് ആ മനുഷ്യൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയത് എന്നുള്ളതാണ്. ഇത് ഞാൻ പറയാൻ കാരണമുണ്ട്, ഈ മനുഷ്യൻ്റെ രക്ഷപ്പെടലിനെ കുറിച്ച് ഗംഭീര ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം ഈ ഒരു വിമാനം പറന്നുയർന്ന് 1600 അടി മുകളിലൂടെ പറന്ന് ഒരു 33 സെക്കൻഡുകൾക്കകം ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെയും ഒരു മെസ്സിൻ്റെയും മുമ്പിൽ വന്ന് വീണ് 2 കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ച് അഗ്നിഗോളങ്ങളായിട്ട് മാറി ആ ഒരു ഹോസ്റ്റലിലുള്ള ഒരുപാട് പേരടക്കമില്ലാതെയായിട്ട് 242 പേരാണ് ആ വിമാനത്തിൽ ഉണ്ടായത്. അതിൽ 241 ആളുകളും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അഗ്നിക്ക് വിധേയരായി. ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പരുക്കും പറ്റാതെ വീടതിൻ്റെ ദേശം കല്ലൊക്കെ വെച്ച് കുത്തിയിട്ടൊരു പരുക്കുണ്ടെന്നല്ലാതെ വേറെ ഒരു അപകടവും മനുഷ്യനിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ ഈ വിമാനത്തിലേ ഉണ്ടായിരുന്നില്ല എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ ഈ മനുഷ്യൻ ഈ എമർജൻസി എക്സിറ്റിൽ നിന്ന് ചാടിയിട്ട് അങ്ങനെയാണ് അപകടമുണ്ടായത് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്തായാലും ഈ മനുഷ്യൻ്റെ ചെയ്തികളെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ കാണാം. സോഷ്യൽ മീഡിയ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ ഭയങ്കര ദുരൂഹതയുണ്ട്. ഈ മനുഷ്യൻ തന്നെ ഉണ്ടാക്കി തീർത്ത ഒരു അപകടമാണ്, അല്ലെങ്കിൽ ഇയാൾ ഇതിൽ ഉണ്ടായിരുന്നില്ല, അതൊരു കള്ളക്കഥയാണ്. കാരണം ഇങ്ങനെ തകർന്ന ഒരു വിമാനത്തിൽ നിന്ന് ഒരു മനുഷ്യൻക്ക് എങ്ങനെയാണ് ഇങ്ങനെ കൂളായിട്ട് രക്ഷപ്പെടാൻ കഴിയുക? അത് മൊബൈൽ നോക്കിയിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ചർച്ച. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ സങ്കല്പിക്കുന്ന, നമ്മൾ കരുതുന്ന എല്ലാ യുക്തികൾക്കും അപ്പുറത്തുള്ളൊരു ശക്തിയാണ് പടച്ച റബ്ബ്, ദൈവം, ഈശ്വരൻ, അള്ളാഹു, എന്ത് പേരിട്ട് വിളിച്ചാലും അതുണ്ട് എന്ന് കാണിക്കാൻ ചില അത്ഭുതങ്ങൾ ചിലപ്പോൾ മനുഷ്യർക്കിടയിൽ ഇങ്ങനെ സംഭവിക്കും. നമ്മൾ പറയും അതിൽ ദൈവത്തിൻ്റെ ഒരു കയ്യുണ്ട്, അതിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട് എന്ന് പറയും. എത്രമാത്രം കറക്റ്റാണ്. ഇന്നലെ 24 ഈ ഒരു വീഡിയോ വന്നു, ഈ ഒരു വാർത്ത വന്നു. ഇന്നലെ ഒരു വൈകുന്നേരം ഒരു 4-5 മണിക്കാണ് ആ വീഡിയോ എല്ലായിടത്തും വരുന്നത്. ആ സമയത്ത് 24 ഒരുപാട് ആളുകൾ പറഞ്ഞൊരു കാര്യം, ഇത് കള്ളത്തരമാണ്, ഇങ്ങനൊരു മനുഷ്യനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ഇത്രയും അഗ്നി ആകെ ആളിപ്പടരുന്ന ഒരു സമയത്ത് എങ്ങനെ ഈ മനുഷ്യനിക്ക് മൊബൈൽ നോക്കി വരാൻ കഴിയുന്നു എന്നുള്ളത്. കാരണം ആ സ്ഫോടനത്തിൽ ഇതിനകം 119 പേരെ മാത്രമാണ് DNA ടെസ്റ്റിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഒരു 74ഓളം ആളുകളുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുള്ളത്. ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ DNA ടെസ്റ്റിന് പല്ലിൻ്റെയോ ഏതെങ്കിലും ഒരു ഭാഗം മതി, അതുപോലും കിട്ടാത്തൊരു സാഹചര്യം. അങ്ങനെ ആളുകൾ അഗ്നിക്കിരയായെടുത്തുന്നതാണ് ഈ ഒരു രമേശ് വിശ്വാസ് എന്ന് പറയുന്നതാണ്. വിശ്വാസ് കുമാർ രമേശ്, അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണ്, ഇന്ത്യക്കാരനാണ്. ബ്രിട്ടൻ പൗരത്വം നേടിയിട്ട് അവിടെ ജീവിക്കുന്ന ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിലൊരു അള്ളാഹുവിൻ്റെ ഒരു അജായിബ്, അള്ളാഹുവിൻ്റെ ഒരു അസ്തിത്വത്തെ തെളിയിക്കുന്ന ഒരു അടയാളം തന്നെയാണത്. അത് യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത്രയും പേര് മരണപ്പെട്ട അതാ പറഞ്ഞത്, അതൊരു സ്വാഭാവികത. ഒരു വിമാനാപകടത്തിൽ ആ വിമാനം വന്ന് വീഴുന്നിടത്ത് ആളുകൾ അഗ്നി വിഴുങ്ങുക എന്ന് പറഞ്ഞ സ്വാഭാവികതയാണ്. അവിടെ ഒരു അസ്വാഭാവികത ഉണ്ടാകുമ്പോഴാണ്, നമ്മൾ കരുതുന്ന യുക്തിക്കപ്പുറമൊന്നും സംഭവിക്കുമ്പോഴാണ് അവിടെ ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട് എന്ന് മനസ്സിലാവുക. ആ മനസ്സിലാവലാണ് ശരിക്കും ആരുള്ളത്, ഈശ്വരീയമായ ഒരു അടയാളമുള്ളത്. ആ അടയാളമാണ് ആ മനുഷ്യൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയത്. തീൻ്റെ സ്വഭാവം എന്താണ്? അഗ്നി എന്തിനേയും വിഴുങ്ങും, അഗ്നി കരിയിച്ചു കളയും. അവിടെയാണ് നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ അതെന്തായി? വളരെ കൂളായി തണുപ്പായിട്ട് മാറി, ഒരു കുഴപ്പവുമില്ലാതെ പുറത്തു വരുന്നു. അതാണ് മിറാക്കിൾ, അവിടെയാണ് ദൈവത്തിൻ്റെ അസ്തിത്വം. അതുപോലെ ഈ മനുഷ്യനിലൂടെ ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ, ഈ മതമില്ലാത്ത ആളുകളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു തെളിവായിട്ട് മാറിയിരുന്നു ഇത്. കാരണം ഈ മനുഷ്യനൊരു വീഡിയോ ഉണ്ട്. ഇദ്ദേഹം പരിക്കേറ്റ് കിടന്നിട്ട് അവിടെ ആഭ്യന്തരമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി, ഇങ്ങനെ വ്യോമയാന മന്ത്രി, ഇങ്ങനെ പല VIP-കളും ഇദ്ദേഹത്തിനെ കാണാൻ വന്നു. അതോടൊപ്പം ചില മാധ്യമ പ്രവർത്തകർ കാണാൻ വന്നു. അപ്പോൾ ഈ മനുഷ്യൻ ആ അഭിമുഖത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു എമർജൻസി എക്സിറ്റിൻ്റെ അടുത്താണ് എനിക്ക് സീറ്റ് കിട്ടിയത്. സീറ്റ് അവിടെയാണ് ഞാൻ വാങ്ങിയത്. എൻ്റെ ബ്രദറിന് പെട്ടെന്നുള്ളൊരു യാത്ര ആയതുകൊണ്ട് എൻ്റെ ബ്രദറിന് മറ്റൊരു ഭാഗത്താണ് സീറ്റ് കിട്ടിയത്. വിമാനം ഇങ്ങനെ പറന്നുയർന്ന് സെക്കൻഡുകൾക്കകം എന്തൊക്കെയോ ചില അസ്വസ്ഥതകൾ, ശബ്ദങ്ങൾ കേട്ടു. പിന്നെ നോക്കുമ്പോൾ വിമാനം 2 പിളർപ്പായിട്ട് മാറി. ആരോ എന്നെ എടുത്ത് താഴത്തേക്ക് ഇട്ടതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചുറ്റും കുറേ മൃതദേഹങ്ങളും അഗ്നികളും മാത്രമാണ്. ഞാൻ
നേരെ നടന്നിങ്ങോട്ട് വന്നു. അപ്പോൾ അദ്ദേഹം നടന്നിങ്ങനെ വരുന്ന സമയത്ത് ആരോ പരിക്കേറ്റ ഒരാളാണെന്ന് കരുതിയിട്ട് ഇയാളെ പിടിച്ച് ആംബുലൻസിൽ കൊണ്ടുപോവാണ്. അതാണ് സംഗതി. ആരാണ് ആ മനുഷ്യനെ തകർന്ന വിമാനത്തിൻ്റെ ഉള്ളിൽ നിന്ന്? ഒരു മനുഷ്യൻ പോലും ശാസ്ത്രീയമായിട്ട് രക്ഷപ്പെടില്ല. അതാണ് യുക്തി. അതുകൊണ്ടാണ് ആ സമയം അപകടം നടന്ന ഉടനെ വാർത്തകളൊക്കെ വന്നത് മുഴുവൻ പേരും ഈ മനുഷ്യൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പരുക്കേൽക്കാതെ രക്ഷപ്പെടുത്തിയ ആ ശക്തിയുടെ പേരാണ് പടച്ച റബ്ബ്. അതാണ് അള്ളാഹു, അതാണ് ദൈവം, അതാണ് ഈശ്വരൻ. അതുണ്ട് എന്നുള്ളത് ഇനിയും യുക്തിവാദികൾ നിങ്ങൾ ചിന്തിക്കുന്ന രീതി പ്രകൃതിയാണെങ്കിൽ അതെവിടെ? പ്രകൃതിയുടെ കാര്യമാണെങ്കിൽ ഇത്രയും വലിയ ഇന്ധനം നിറച്ചൊരു വിമാനം പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ കത്തി അമർന്ന് എല്ലാം അതിൽ ചാമ്പലാവണം. അവിടെ ഈ മനുഷ്യനെ രക്ഷപ്പെടുത്തിയ ശക്തിയുടെ പേരാണ് ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി നിഷേധിക്കാൻ പറ്റൂല. പാറയുടെ മുകളിൽ നിന്നൊരു ഒട്ടകത്തിനെ സൃഷ്ടിച്ച ഒരു കഥ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്കറിയാം, ജൂതർക്കറിയാം, അതേപോലെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നൊരു കഥയാണ്. ഇതൊരു അത്ഭുതമായിട്ട് നമുക്കന്ന് തോന്നി. ഇതേപോലെ ഒരു ആധുനിക ലോകത്തെ ഏറ്റവും വലിയൊരു മിറാക്കിളായിട്ട് ലോകത്ത് കാണപ്പെടുന്നൊരു സംഭവമാണിത്. ദൈവമുണ്ട്, അള്ളാഹുവുണ്ട്, അസ്തിത്വം, ഇങ്ങനെ ചില അനുഭവങ്ങളിലൂടെ കാണിക്കുക. മാഷാ അല്ലാഹ്. ഒരു പക്ഷേ പലർക്കും ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ പുച്ഛിക്കും, നിൻ്റെ ഒരു പടച്ചോൻ എത്രയും പേരെ കൊന്നുകളഞ്ഞ കരുണയില്ലാത്ത ക്രൂരനാഥയും അതൊക്കെ പറഞ്ഞോളൂ. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകും, അതൊക്കെ പടച്ചോൻ്റെ മേത്ത് സന്തോഷം ഉണ്ടാകുമ്പോൾ വിശ്വാസികളുടെ വിശ്വാസം എന്തുണ്ടെങ്കിലും നല്ലതാവട്ടെ ചീത്തതാവട്ടെ സന്തോഷമാവട്ടെ ദുഃഖമാവട്ടെ എല്ലാം എൻ്റെ പടച്ച റബ്ബിൽ നിന്നാണ്, ക്ഷമയോടുകൂടി കാണാന്നുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു അത്ഭുതത്തിനെ നമുക്ക് നിസാരപ്പെടുത്തി കാണിക്കാൻ പറ്റുമോ? നമ്മളതിന് എന്ത് ശാസ്ത്രീയമായ യുക്തിയുടെ ഒരു പുറഞ്ചട്ടയിട്ട് അണിയുമ്പോഴും ഈ മനുഷ്യൻ്റെ രക്ഷപ്പെടലിൽ അത്ഭുതം, മിറാക്കിൾ എന്നൊരു വാക്ക് അവിടെ ഉണ്ടാവും. ആ മിറാക്കിൾ എന്ന് പറയുന്ന പേരാണ് സാക്ഷാൽ പടച്ചോൻ ഈശ്വരൻ. അതുണ്ട് എന്നുള്ളത് ഇനിയെങ്കിലും അന്തംഗമ്മികളെ ഒന്ന് വിശ്വസിച്ചോളൂ. കാരണം നമ്മുടെ ലൈഫിലൊക്കെ ഏറിയും കുറഞ്ഞും ഈ ഒരു മിറാക്കിൾ സംഭവിക്കലുണ്ട്. ചിലപ്പോൾ നമ്മളെ അടുത്ത് കൂടി ഒരു വണ്ടി കൊണ്ടുപോകും, നമ്മൾ എൻ്റെ അമ്മോ ഇപ്പം തന്നെ ഇടിച്ചേനെ. ആരാണ് നമ്മളെ രക്ഷിച്ചത്? പടച്ച റബ്ബ്, ദൈവം. അങ്ങനെ നമ്മുടെ ലൈഫിലൊക്കെ അത് അനുഭവിക്കുന്നുണ്ട്. അത് അറിവല്ല ശരിക്കും വേണ്ടത്, അനുഭവിച്ചറിയുന്ന ഒരു ദൈവികത ഉണ്ട്. അത് ശരിക്കും അറിയുമ്പോഴാണ് അതിൻ്റെ ഒരു ആഴം മനസ്സിലാവുക. ഇൻഷാ അല്ലാഹ് ആ ഒരു അപകടത്തിൽ ആരോ ചോദിച്ചത് മുസ്ലിങ്ങളൊന്നും പെട്ടിട്ടില്ലല്ലോ. അതിൽ ഒരു ഹന്ന എന്ന് പേരുള്ള ഒരു മുസ്ലിം പെൺകുട്ടി അപകടത്തിൽപ്പെട്ട ഒരു സംഭവമുണ്ട്. അഖീൽ എന്ന് പേരുള്ള ഒരു ഭർത്താവ്, ഇവർ ലണ്ടൻകാരാണ്, അതായത് ലണ്ടനിലാണ് അവർ ബ്രിട്ടീഷ് പൗരത്വം നേടിയ ഒരു അഹമ്മദാബാദിലുള്ളവരാണ്. ഈ ഹന്നയുടെ മകൾ സാറ, 4 വയസ്സുള്ള സാറ, ആ പാവം അഖീലിൻ്റെ ഭാര്യ ഹന്നയുടെ മകൾ സാറ, ഈ 4 വയസ്സുകാരിയും. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത് അവരുടെ മയ്യത്ത് തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങളുണ്ട്, ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതേപോലെ മലയാളിയായ രഞ്ജിത, പാവം, ആ പെൺകുട്ടിയുടെ മയ്യത്തും തിരിച്ചറിഞ്ഞിട്ടില്ല. അത് കരിഞ്ഞു പോയിട്ട് DNA ടെസ്റ്റ് നടത്താൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഹന്നക്കൊരു പ്രത്യേകത ഉണ്ട്. ഹന്ന ഒരു മുസ്ലിം മദ്രസയിൽ പഠിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് പാവങ്ങൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന, പഠിപ്പിക്കുന്ന, ഒരുപാട് കുട്ടികളെ ഹാഫിളാക്കാൻ ശ്രമിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഈ ഹന്ന. തൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ അകന്ന കുടുംബത്തിൽപ്പെട്ട അഖീലിനെ കല്യാണം കഴിച്ച് ലണ്ടനിൽ പോയി താമസിക്കുകയാണ്. ലണ്ടനിൽ നിന്നുകൊണ്ട് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈ ക്രൗഡ് ഫണ്ടിങ് നടത്തുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഈ ഹന്ന തൻ്റെ മകൾ സാറയുടെ പേരിലാണ് ഈ ധനസഹായങ്ങൾ മുഴുവനും നൽകിയിരുന്നത്. വളരെ കട്ട സപ്പോർട്ടായിട്ട് ഈ ഭർത്താവ് അഖീലും ഉണ്ടായിരുന്നു. അതേപോലെ ഗാസയിലെ വിദ്യാഭ്യാസമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി സഹായിക്കുന്ന ഒരു അംഗവും കൂടിയാണ്. അവരാണ് അപകടത്തിൽപ്പെട്ടത്. വളരെ വലിയൊരു വേദന. അവരുടെ ഇമാമ്, ആ പള്ളിയിലെ ഇമാമ് പറയുന്ന, അവരെക്കുറിച്ച് അറിയുന്ന ഒരു ഇമാമ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും സ്നേഹസമ്പന്നയായ, കിട്ടുന്ന പണം മുഴുവനും, ജോലി ചെയ്ത് കിട്ടുന്ന പണം മുഴുവനും പാവങ്ങളെ സഹായിക്കുന്ന, കുട്ടികളെ ഹാഫിളാക്കാൻ ശ്രമിക്കുന്ന, യത്തീമക്കളായ കുട്ടികളെ പഠനത്തിന് സഹായിക്കുന്ന ഒരു പെൺകുട്ടിൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. അവരും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. നമ്മൾ കേട്ട കഥകൾക്കപ്പുറം ഒരുപാട് ജീവിതങ്ങൾ കത്തി അമർന്നു പോയൊരു ദുരന്തമാണ് അഹമ്മദാബാദിലെ ആ വിമാനാപകടം. മലയാളിയായ രഞ്ജിത, ആ പാവം പെൺകുട്ടിയുടെ അമ്മ, ക്യാൻസറായിട്ടായിരുന്നു. അച്ഛൻ മരണപ്പെട്ടു പോയി, ഡിവോഴ്സിയാണ്, ഭർത്താവില്ലാതെ 2 മക്കളെ പോറ്റുന്നൊരു സ്ത്രീയാണ്. അവരുടെ സഹോദരൻ അവരെ തിരിച്ചറിയാൻ വേണ്ടി DNA ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും അതൊന്നും കിട്ടാത്തൊരു സ്ഥിതിവിശേഷം. അങ്ങനെ എല്ലാം കത്തിക്കരിഞ്ഞ് നഷ്ടപ്പെടുന്നിടത്തുനിന്നാണ് ഒരു മൃതസഞ്ജീവനി പോലെ ഒരു മനുഷ്യൻ അത്ഭുതകരമായിട്ടൊരു പരുക്കേൽക്കാതെ വരുന്നു എന്നുള്ളത് ഇനിയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ദൈവത്തിൻ്റെ അടയാളമല്ലാതെ മറ്റെന്താണ് എന്നുള്ളത് ഇപ്പോഴും ചില ആളുകൾ പറയും, അതൊക്കെ വെറുതെ ഉണ്ടാക്കിയ കഥയാണ്, അയാളൊന്നും വിമാനത്തിലേ ഇല്ല, ഉണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ ജീവിക്കില്ല. അപ്പോൾ നമ്മുടെ യുക്തിക്കും നമ്മുടെ ബോധ്യത്തിനും അപ്പുറത്തേക്ക് വരുന്ന ഒരു അനുഭവത്തിൻ്റെ പേരാണ് ദൈവികത എന്നുള്ളത്. ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും കൃത്യമായി എഴുതി. റുമാൻ പഴം എന്നുള്ളതാണ്.
ഇന്ന് ചോദിക്കുന്ന ചോദ്യം, ഖുർആനിൻ്റെ 1/3 എന്നറിയപ്പെടുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഖുർആനിൻ്റെ 1/3 ഓതിയതിൻ്റെ പ്രതിഫലം കിട്ടും, പുണ്യം കിട്ടും. ഏതാണ് സുൽസുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖുർആനിൻ്റെ 1/3 എന്നറിയപ്പെടുന്ന ഒരു സൂറത്ത് ഏതാണ്? അതിന് ഉത്തരവാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.